ചേട്ടാ, ഒക്ടോബറിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ എല്ലാ മാധ്യമങ്ങളിലും ചൂടുപിടിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഉണ്ടായ ലിഫ്റ്റ് ഡിപ്ലോമസിയെ കുറിച്ചാണ്. അതായത് നമുക്കറിയാലോ, ഉദ്ധവ് താക്കറെയും ദേവേന്ദ്ര ഫഡ്നാവിസും ലിഫ്റ്റിൽ വെച്ച് കണ്ടുമുട്ടുന്നു, അതിനുശേഷം ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടുപേരും ആ ഒരു ചർച്ചയ്ക്ക് തടയിട്ടു. ദേവേന്ദ്ര ഫഡ്നാവിസ് അതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞു, ഞങ്ങൾ എന്തായിരുന്നാലും ഇനി ബി ജെ പിയിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു. പോരാത്തതിന് ശിവസേനയെ പിളർത്തിയ ബി ജെ പി എന്ന് പറഞ്ഞ ഒരു ദുഷ്പേര് ബി ജെ പിക്ക് അവിടെ വന്നിട്ടുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. എൻ സി പിയെയും ശിവസേനയെയും പിളർത്തിയതിൽ ബി ജെ പിയോട് അവിടെയുള്ള ജനങ്ങൾ പ്രതികാരം ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഈ 48 ലോക്സഭാ സീറ്റാണ് നമ്മുടെ മഹാരാഷ്ട്രയിലുള്ളത്. ഈ 48 ലോക്സഭാ സീറ്റിൽ 2019 41 സീറ്റ് ബി ജെ പി നേടി. പക്ഷേ ബി ജെ പി അല്ല, എൻ ഡി എ സഖ്യം നേടി. പക്ഷെ ഇത്തവണ 48 സീറ്റിൽ ബി ജെ പി ആകെ നേടിയത് 9 സീറ്റാണ്. അതേസമയം ബി ജെ പിയെക്കാട്ടിലും താരതമ്യേന നല്ല പ്രകടനം ശിവസേന കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പോരാത്തതിന് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിൻഡെ പക്ഷം വലിയ രീതിയിൽ ഭരണത്തിൽ പിടിമുറുക്കുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാ തരത്തിലും പ്രതിസന്ധിയിലാണ് ബി ജെ പി അവിടെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഷിൻഡെ പക്ഷം അവിടെ പിടിമുറുക്കുന്നു. കാരണം ഈ ബജറ്റിലെ ആനുകൂല്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ പേരിലുള്ള പദ്ധതികളായിട്ടാണ് പുറത്തു വരുന്നത് എന്നുള്ള കാര്യത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് അവിടെ വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് എന്നുള്ളത് അടുത്ത കാര്യം. ഇനി എൻ ഡി എ അവിടെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ 288 നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. ഈ 288 മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 150 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുകയാണ്. പോരാത്തതിന് ഈ എൻ ഡി എയിലെ 185 MLA-മാരുടെ 90 പേരുടെ മണ്ഡലങ്ങളിൽ അവർ പിന്നിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഇത്തവണ ഈ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യ മുന്നണി ഈ ഇപ്പോ ഇവർ കാണിച്ചൊരു പെർഫോമൻസ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഇപ്പൊ കാണിച്ചൊരു പെർഫോമൻസിന്റെ ബലത്തിൽ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോൾ, മഹാരാഷ്ട്ര പിടിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഈ മറാഠാവാദം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാതെ ബി ജെ പി ഉഴലുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലില്ലായ്മയും ഭരണവിരുദ്ധ വികാരവും ബി ജെ പിയെ പിന്നോട്ടടിക്കുമെന്നാണ് പറയുന്നത്. ബിജിച്ചേട്ടന്റെ ടേക്ക് എന്താണ്? നമ്മുടെ ഇന്ത്യയില് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ പിടിക്കാനാണ് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും കൂടുതൽ പണവും അതുപോലെ അവരുടെ അധ്വാനവും പ്രചരണവും എല്ലാം നടത്തും. ആ 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ്. ഇതിനെ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ടിങ് സ്റ്റേറ്റ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതായത് മഹാരാഷ്ട്രയിലാണ് എല്ലാ വ്യവസായങ്ങളുടെയും ഓഫീസുകളും ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളും ഉണ്ട്. അവിടെ നിന്നാണ് വലിയ രീതിയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കിട്ടുന്ന ഒരു സംസ്ഥാനം. മറ്റൊരു സംസ്ഥാനം ദില്ലിയാണ്, പിന്നെ ഉള്ളത് കർണാടക. അങ്ങനെ പോകുന്നു. ഇപ്പൊ ആ ലിസ്റ്റിലേക്ക് യു പിയും തെലങ്കാനയും കൂടെ കടന്നു വരുന്നു. അപ്പം ഈ ഫണ്ടിങ് സ്റ്റേറ്റ് പിടിക്കാനായിരിക്കും ഈ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റു പാർട്ടികളൊക്കെ ശ്രമിക്കുന്നതിനായിരിക്കും. കാരണം ഈ കമ്പനികളെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്ത് ഈ കേന്ദ്രവും ഈ മോദി സർക്കാർ പറയുന്ന പോലെ ഡബിൾ എൻജിൻ എന്ന് പറയുന്ന സാധനം ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ലാഭമാണ്. കാരണം ഞാൻ ഇപ്പൊ കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്നു, കേന്ദ്രത്തിലും ബി ജെ പിയാണ് ഭരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫാക്ടറി നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് 100 രൂപ ഫണ്ട് കൊടുത്താൽ മതി കേന്ദ്രത്തിലേക്ക്. കാരണം കേരളത്തിൽ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. 100 രൂപ കൊടുത്താൽ. നേരെ മറിച്ച് കേരളത്തില് സി പി എമ്മും കേന്ദ്രത്തിൽ ബി ജെ പിയും ആണ് എങ്കിൽ എനിക്ക് ഈ 2 കൂട്ടർക്കും ഫണ്ട് കൊടുക്കുമ്പോൾ ഞാൻ 100 വെച്ച് 200 രൂപ എന്റെ പോകും. കാരണം 50 വെച്ച് കൊടുക്കാൻ കഴിയില്ല. കാരണം ഒരു കേരളത്തിലെ റൂളിംഗ് പാർട്ടി, അപ്പൊ അവർക്ക് 100, കേന്ദ്രത്തിലെ റൂളിംഗ് പാർട്ടി 100, 200. അപ്പൊ പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം ഈ ഡബിൾ എൻജിൻ സർക്കാർ തന്നെയാണ്. ഒരേ സർക്കാരാകുമ്പോൾ ഒറ്റ ഫണ്ട് അവർക്ക് കൊടുത്താൽ മതി, വലിയ ഫണ്ട് കൊടുക്കുകയും. അപ്പം ഇത് പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഫണ്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവർക്ക് മുൻപോട്ട് പോകാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഈ മഹാരാഷ്ട്രയിൽ വൃത്തികെട്ട കളിക്ക് ബി ജെ പി തുനിഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കർണാടകത്തിലും അവർ ഈ ഭരണം വലിച്ചിട്ട് പിടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, കർണാടകയൊക്കെ ഫണ്ടിങ് സ്റ്റേറ്റ് ആണ്, ഒരുപാട് കമ്പനികളും ഇൻഡസ്ട്രീസ് ഏരിയകളൊക്കെ ഒരുപാട് ഉള്ളതാണ്. അപ്പൊ അതിനാണ് ഇവർ ശ്രമം നടത്തുന്നത് മുഴുവൻ. അപ്പൊ ഈ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ദിവസം, എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ചക്ക് മുമ്പ് ഒരു വലിയ വാർത്ത കേട്ടിരുന്നു. അതായത് ഈ RSSന്റെ തലവൻ മോഹൻ ഭാഗവത് ഫട്നാവിസ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം RSSന്റെ ഒരു മോഹൻ ഭാഗവത് ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഇതൊരു രാജ്ഞിയുടെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഒരു രാജ്ഞിയുടെ കാര്യം, അപ്പൊ രാജ്ഞിയുടെ ഓർമ്മ പുതുക്കൽ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ തൊഴിലില്ലാത്തവരെയും കർഷകരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തി മുൻപോട്ട് പോകുന്നവനാണ് യഥാർത്ഥ നല്ല ഭരണാധികാരി. അത് പറഞ്ഞ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നമ്മുടെ ദേവേന്ദ്ര ഫട്നാവിസ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാണ് ബി ജെ പിയുടെ നേതാവാണ്. മഹാരാഷ്ട്രയിലെ മുഴുവൻ കളികളും കളിക്കുന്നത് ഈ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ബ്രെയിനാണ്. അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം അദ്ദേഹം നേരെ പോയത് നാഗപ്പൂരിലെ RSS ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ്.
അവിടെ പോയി 90 മിനിറ്റോളം അദ്ദേഹം അവിടുത്തെ മുതിർന്ന പ്രചാരകന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് RSS പറഞ്ഞു രാജ്യമൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. ഉം, അതിനുശേഷം ഒരു ഒരു 5-6 ദിവസം മുമ്പ് അദ്ദേഹത്തെ ഈ മോഹൻ ഭാഗവത് നാഗപ്പൂരിലേക്ക് വിളിച്ചു വരുത്തി. ഉം, വിളിച്ചു വരുത്തിയതിനു ശേഷം എന്താണ് എന്നറിയില്ല, മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത അനുസരിച്ചാണെങ്കിലും പിന്നീട് ഫഡ്നാവിസിന്റെ പ്രവൃത്തി അനുസരിച്ചാണെങ്കിലും ഫഡ്നാവിസിനോട് രാജിവെക്കണ്ട, പകരം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തക്ക വിധം പാർട്ടിയെ മാറ്റുക. അതായത് സഖ്യം ഉം, ഇല്ല എങ്കിൽ പോലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തക്ക വിധം പാർട്ടിയെ മാറ്റുക എന്നൊരു നിർദ്ദേശം ആണ് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഉം, തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ പബ്ലിക് പൊതുജന സമക്ഷം ഏറ്റുപറയുക എന്നുകൂടി പറഞ്ഞിരുന്നു. അതിന്റെ ഉം, ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ ഒരു പബ്ലിക് റാലി NDA നടന്നു. BJP അല്ല, NDA, ഈ ഉം, ഷിൻഡെയും ഒക്കെ കൂടെയുള്ള NDA. അവിടെ വെച്ച് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്താണ് പരാജയ കാരണമെന്നും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും പൊതുജനങ്ങളോട് ആ റാലി വെച്ച് പറയുകയുണ്ടായി. ഉം, ഉം, ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇതിന്റെ ഒരു പഴയ ചരിത്രം കൂടെ നാം പരിശോധിക്കേണ്ടതായിട്ട് വരും. ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് BJP അവിടെ ഒന്നും അല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഈ ശിവസേനയുടെ തലവൻ ബാൽ താക്കറെയാണ് BJP കൈപിടിച്ചുകൊണ്ട് വന്ന് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ചെറിയ സീറ്റൊക്കെ കൊടുത്ത് പതുക്കെ പതുക്കെ ഉം, അവരെയും കൂടെ നമ്മുടെ കൂടെ നിർത്തണം ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ നിൽക്കും. രണ്ടും ഒരേ അജണ്ടയുള്ള പാർട്ടിയാണ്. ഒന്ന് തീവ്ര ഹിന്ദുത്വ ആശയ ഒരു രീതിയിലാണ് അതിന്റെ പ്രവർത്തനമെങ്കിലും രണ്ടും ഹിന്ദുത്വ ആശയമുള്ള പാർട്ടികളാണ്. അങ്ങനെ ഉം, മുമ്പോട്ട് പോയി പതുക്കെ പതുക്കെ ഈ BJPയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരെ എവിടെങ്കിലും ഒന്ന് പറ്റിക്കൂടുക, പിന്നീട് അവിടുന്ന് സ്വയം വളരുക, വളർന്നതിന് ശേഷം കൂടെ നിൽക്കുന്നവരെ വിഴുങ്ങുക എന്നുള്ളതാണ് അവരുടെ ഒരു ലൈൻ തന്നെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് BJP പതുക്കെ പതുക്കെ മഹാരാഷ്ട്രയിൽ പിടി കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് തുടങ്ങി. അവർ പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. പക്ഷെ ബാൽ താക്കറയുടെ കാലം വരെ നല്ല ഊഷ്മളമായ ബന്ധം മുമ്പോട്ട് പോയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ വരുന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ ആദ്യം പോകുന്ന മാധവ്ശ്രീയിലാണ്, അതായത് ഈ ബാൽ താക്കറയുടെ വസതിയിലാണ് പോകുന്നത്. അവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം കയറിയ സമയത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നീട് ഈ BJPയുടെ തന്നെ കേന്ദ്രമന്ത്രിമാർ നേതാക്കളൊക്കെ വന്ന് ആ ഭാഗത്തേക്ക് പോകാതെയായി, അവരെ മൈൻഡ് ചെയ്യാതായി. അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ട്, സ്വാഭാവികമാണത്. കാരണം ഈ ഹിന്ദു പാർട്ടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് BJP അല്ല, പകരം ശിവസേനയാണ്. കാരണം ഈ രാമജന്മഭൂമി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടം തകർത്ത സമയത്ത് തങ്ങളാണ് ആ തകർത്തതെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച രാഷ്ട്രീയ പാർട്ടിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് അതിതീവ്രമായി ചിന്തിക്കുന്ന ഹിന്ദുക്കൾക്ക് ശിവസേന ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇവിടെയാണ് ഉം, ശിവസേനയെ പിളർത്തിക്കൊണ്ട് അന്ന് നടത്തിയ ഒരു നീക്കം. അത് പൊളിറ്റിക്കലി അന്ന് ഗുണം ചെയ്തു എങ്കിൽ പോലും അന്ന് അതിനോട് RSSന് ശക്തമായി എതിർപ്പ് അക്കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ശിവസേനയെ ഉം, പിളർത്തേണ്ട ആവശ്യമില്ലായിരുന്നു, പകരം അവരുമായിട്ടൊരു കോംപ്രമൈസിന് പോയി അവരെ കൂടെ നിർത്തേണ്ടതായിരുന്നു എന്നാണ് RSSന്റെ സ്റ്റാൻഡ് അന്ന് ഇന്നും. ഉം, അതുകൂടാതെ തന്നെ ഈ BJPയുടെ നേതാക്കൾ ഉദ്ധവ് താക്കറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോടും ഈ RSSന് താല്പര്യമില്ല. ഈ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, RSSന് എവിടെ നിന്നെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും BJPയുടെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ RSSന് നേരെ ഒരു വിമർശനം ഉയർന്നാൽ അവിടെ ഒരു കവചം പോലെ വരുന്നത് ഈ ഉദ്ധവ് താക്കറെയാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് ഏറ്റവും ഒടുവിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ JP നദ്ദ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് RSSന് ഒന്നും സഹായം ഇല്ലാതെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന നടത്തി. അപ്പൊ അതിന് മറുപടി പറഞ്ഞ ഉദ്ധവ് താക്കറെയാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഉദ്ധവ് താക്കറെ RSSനൊപ്പം നിൽക്കുന്ന കാഴ്ച നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. എന്നാൽ BJPയുമായിട്ട് അകൽച്ചയിലുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ പുതിയ രാഷ്ട്രീയം. അവിടെ ഈ കോൺഗ്രസ് അല്പം ശക്തമാണ് മഹാരാഷ്ട്രയിൽ. അവർ ഒറ്റയ്ക്ക് ഉം, മത്സരിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തുന്നു. BJPയും ഏറെക്കുറെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നു. പിന്നെ ഇവിടെ ഉം, രണ്ട് പാർട്ടികളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഒന്ന് ഈ ശിവസേന, മറ്റൊന്ന് ഈ NCPക്ക്. ശരത് പവാറിന്റെ ഞാൻ പറയുന്നില്ല, NCPക്ക്. കാരണം ഇവർ രണ്ടുപേരും പിളർന്നിട്ട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ നിയമസഭാ മണ്ഡലങ്ങൾ നമുക്കറിയാലോ, 1-1.5 ലക്ഷം വോട്ട് ഉള്ള മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിലാണ് ഈ അണികളുടെ വികാരം ശരിക്കും പൾസ് അറിയാൻ പറ്റുന്നത്. പക്ഷെ പൊതുവെ ഉം, നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഈ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് നേതാക്കന്മാരുണ്ട്, പക്ഷെ അണികളില്ല എന്നുള്ളതാണ്. ഉം, അണികള് കൂടുതലും ഈ ഉദ്ധവ് താക്കറയുടെ കൂടെയാണ്, പക്ഷെ അവർക്ക് പറയത്തക്ക നേതാക്കളില്ല. ഈ രണ്ടു കൂട്ടരും അനുഭവിക്കുന്ന ഒരു വിഷയം അതാണ്. ഇനി ബാൽ ഉം, താക്കറയോടുള്ള ഒരു വലിയ സ്നേഹം അവർക്ക് നിൽക്കുന്നു. ഇതിനിടയില് ശരത് പവാറിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരത് പവാറിനും കരുത്ത് തെളിയും. ശരത് പവാറും ഈ ഉദ്ധവ് താക്കറെ അനുഭവിക്കുന്ന വേറെ വലിയൊരു വിഷയമുണ്ട്. കാരണം ഇവർക്കൊക്കെ ഉം, പരമ്പരാഗതമായ ചിഹ്നം ഉണ്ടായിരുന്നു. ഈ ശിവസേനയുടെ ചിഹ്നം അമ്പും വില്ലുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയുടെ ടൈം പീസ് ആയിരുന്നു NCP. ഇപ്പൊ ഉം, ഉം, ഇവർക്ക് ഉം. ആർക്കും ചിഹ്നമില്ല. അത് ഇവരെ ഒരു കൺഫ്യൂഷൻ, അതെ. ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉദ്ധവിന് ചിഹ്നമില്ല, ഷിൻഡെക്ക് ചിഹ്നമില്ല, NCPക്ക് ചിഹ്നമില്ല, NCP എന്ന് പറയുന്നത് അജിത് പവാറിന് സ്വന്തം ചിഹ്നമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിന് നാളെ കൈപ്പത്തിയില്ലാത്ത അവസ്ഥ വന്നു, BJPക്ക് നാളെ താമരയില്ലാത്ത അവസ്ഥ വന്നാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ജനങ്ങളുടെ മനസ്സിലേക്ക് ചിഹ്നം പതിപ്പിക്കുക എന്നുള്ളത്.
അത് ഒരു വിഷയം. രണ്ടാമത്തെ പൊളിറ്റിക്കലി വലിയ വിഷയങ്ങളാണ്. അപ്പോ ഒരുപക്ഷെ ഇപ്പോൾ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചില വാർത്തകൾ അങ്ങനെ കാണുന്നു, RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഷിൻഡെയും അതുപോലെ തന്നെ ഈ ഉദ്ധവിനെയും കൂടെ ഒന്നിപ്പിക്കുക. ഒപ്പം ഈ രാജ് താക്കറുടെ MNS എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്, മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്ന് പറഞ്ഞത്. ആ നവനിർമ്മാണ സേനയും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നണി, അതായത് മുൻകാലങ്ങളിലൊക്കെ അവിടെ മത്സരിച്ച് ജയിച്ച ഒരു ഫോർമുലയാണ്, ആ മുന്നണിയിൽ പോകണമെന്നുള്ളതാണ് RSSന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശരത് പവാറിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കുറെ സീറ്റ് കിട്ടി. പുള്ളിയുടെ ഈ വിദർഭ അടക്കമുള്ള പുള്ളിയുടെ പഞ്ചസാര മില്ലുകൾ വിൽക്കുന്ന പഞ്ചസാര ഏരിയകളുണ്ട് അവിടെ. അതായത് അനവധി പഞ്ചസാര സഹകരണ സംഘങ്ങളൊക്കെ NCPയുടെ കയ്യിലാണ്. അപ്പൊ അവരുടെ ഒരു കുടുംബാധിപത്യം ഈ പഞ്ചസാര ഫാക്ടറികളാണ്. അപ്പൊ ആ ഒരു മേഖല പിടിക്കുക എന്നുള്ളതാണ് ശരത് പവാറിന്റെ ലക്ഷ്യം. കോൺഗ്രസിന്റെ ലക്ഷ്യം നഷ്ടപ്രതാപം വീണ്ടെടുത്ത് അവർക്ക് മുന്നേറാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. കോൺഗ്രസിന് അവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ല, കഴിയും. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാന്നുള്ളത്, കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ കമൽനാഥ് അല്ലേ കയറിയത്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് കമൽനാഥ് അല്ലേ അല്ലല്ല, കയറിയത്? കമൽനാഥ് കയറി. കമൽനാഥ് കയറിയല്ല, അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരികയാണ് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട്. അങ്ങനെ അവരല്ലേ കൊണ്ടുവന്നിട്ട് കയറിയത്. അതെ. അപ്പോ ഈ ഇതിനെ പിളർത്തിയത്, അതായത് ശിവസേനയും NCPയെയും പിളർത്തിയതിന്റെ പേരിൽ NDAയിൽ വലിയൊരു ഹേറ്റ്രഡ് ജനങ്ങൾക്കിടയിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? ജനങ്ങൾക്കിടയിൽ നിന്നല്ല, പ്രത്യേകിച്ച് സംഘപരിവാറിൽ നിന്നാണ് വരുന്നത്. ഈ ശിവസേന പിളർത്തി ഇതിനോട് തന്നെ അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം ചില RSSുമായി അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ശിവസേന. അന്നും ഇന്നും അവര് NDA മുന്നണിയിൽ ഇല്ലെങ്കിലും നാഗപ്പൂരുമായി അടുത്ത ബന്ധമുണ്ട് ഉള്ളൊരു പാർട്ടി തന്നെയാണ്. അപ്പൊ അവരെ പിളർത്തിയതിനകത്ത് അവർക്കൊരു എതിർപ്പുണ്ട്. കാരണം വെച്ചാൽ ഈ പിളർത്താനുണ്ടായ കാരണം എന്താണ്? ഈ ഉദ്ധവുമായിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായ അകൽച്ചയാണ്. അത് ശരിക്കും ദേവേന്ദ്ര ഫട്നാവിസ് കളിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ BJPക്ക് ഭരണം പിടിക്കേണ്ട അനിവാര്യമല്ല. എനിക്ക് തോന്നുന്നത് അന്ന് ഉദ്ധവിനെ തന്നെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട്, ഇപ്പൊ ഷിൻഡെ ആക്കിയതുപോലെ തന്നെ ഉദ്ധവിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് കുറച്ചുനാൾ ഭരണം തുടരണമായിരുന്നു എന്നുള്ളതായിരുന്നു എന്റെയും ഒരു കണക്കൂട്ടൽ. കാരണം ഈ കിട്ടുന്നിടത്തെല്ലാം നമ്മൾ തന്നെ അത് വാങ്ങിയെടുക്കുമ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുണ്ട്. അതിന് ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഒരു പിടിവാശിയാണ് അതിന് കാരണമെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഒരു പിടിവാശി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഈ എന്തുകൊണ്ടാണ് ഷിൻഡയെ ഇപ്പോൾ BJP മുഖ്യമന്ത്രിയാക്കിയത്? എന്തുകൊണ്ടാണ് അവര് മുഖ്യമന്ത്രിയാകാൻ? കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഈ ഭരണം നാറ് നശിച്ചു പോകും എന്നുള്ളത് അറിയാം. ഇപ്പോഴത്തെ മഹാരാഷ്ട്ര ഭരണം നാണം കെടും. കാരണം ഷിൻഡെ പിന്തുണ മേടിച്ചുകൊണ്ട് ഫട്നാവിസ് മുഖ്യമന്ത്രി കഴിഞ്ഞ് ഷിൻഡെ പറയുന്നത് പോലെ ഫട്നാവിസ് നിൽക്കേണ്ടി വരും. അത് ഫട്നാവിസിന് ബുദ്ധിമുട്ടാ വരും. ഏത് നിമിഷവും ഭരണം പോകാം. ആ ഒരു ചീത്തപ്പേര് കിട്ടാതിരിക്കാനും ഇനി കൊലപാതകം ചെയ്തത് തങ്ങളല്ല എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ ഷിൻഡയെ പിടിച്ച് മുഖ്യമന്ത്രി ആയിക്കൊണ്ട് എല്ലാവരും ഷിൻഡയുടെ തലയ്ക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചെങ്കിൽ ഷിൻഡെ ഇപ്പൊ എല്ലാം ഈ ഷിൻഡയുടെ പേരിലാണ് എല്ലാം വിതരണം ചെയ്യുന്നത്. ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബാലസാഹിബിന്റെ പേര്, അതായത് താക്കറയുടെ പേരിലായിരുന്നു ഈ ശിവസേന BJP സഖ്യം ഉള്ളപ്പോഴൊക്കെ പല പല ഈ കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ബാൽ താക്കറയുടെ പേരിന്റെ ഒരു സ്ഥാനത്തേക്കൊക്കെ ഷിൻഡെ അംഗീകരിക്കുക വലിയ പാടാണ്. കാരണം പൂനെയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഷിൻഡയുടെ രാഷ്ട്രീയം തന്നെ. അദ്ദേഹം ഈ ശിവസേനയുടെ തൊഴിലാളി വിഭാഗത്തിന്റെ ഒക്കെ തലവനായിട്ട് അങ്ങനെ വന്ന ഒരു ആളാണെങ്കിൽ കൂടി അത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കും, ഏതാ ബാൽ താക്കറയുടെ പേരായിരുന്നു ശിവസേനയും BJPയും ഒക്കെ ചേർന്ന് ഭരിച്ചപ്പോൾ ഇട്ടത്. പക്ഷെ ഇപ്പൊ അവിടെയൊക്കെ ഷിൻഡയുടെ പേര് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ഒരു നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു എതിർപ്പുണ്ടാകും, പ്രത്യേകിച്ച് ശിവസൈനികരുടെ മനസ്സിൽ. അതൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവസാന നിമിഷത്തിൽ ഈ ഉദ്ധവുമായിട്ട് എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഷിൻഡെയും ഉദ്ധവും BJP എല്ലാം കൂടെ ചേർന്നിട്ട്. കാരണം ഈ മറാഠ പ്രക്ഷോഭമൊക്കെ വലിയ രീതിയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ സജീവമാക്കാനുള്ള സാഹചര്യത്തിൽ ഷിൻഡെ തന്നെ വീണ്ടും NDA നയിക്കാനായിട്ട് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിൻഡെ പിടിമുറുക്കി കഴിഞ്ഞു. ഒരു 35 നിയമസഭാ സീറ്റ്, 35 to 40 നിയമസഭാ സീറ്റ് വരെയാണ് ഈ മറാത്ത സംവരണം എഫക്ട് ചെയ്യുന്നത്. ഏതാണ്ട് 5 ലോക്സഭാ സീറ്റുകൾ. അത് മുമ്പ് BJPക്ക് അനുകൂലമായിട്ട് നിന്നിരുന്ന സീറ്റാണ്. പക്ഷെ അത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ? ഈ മറാത്ത സംവരണം ഉദ്ധവ് നടപ്പാക്കിയിരുന്നു, ഷിൻഡെയും നടപ്പാക്കിയിരുന്നു. അതായത് 2 മുഖ്യമന്ത്രിമാര് ഇവർക്ക് സംവരണം കൊടുത്തു. ഇതിനകത്ത് വലിയൊരു തട്ടിപ്പുണ്ട്. കാരണം വെച്ചാല് ഈ നമുക്ക് 50% സംവരണം കൊടുക്കാൻ കഴിയൂ എന്ന് നിയമം നിലനിൽക്കുകയാണ്. ഇവർക്ക് ഒരു 15% സംവരണം ഉദ്ധവ് താക്കറെ കൊടുത്തത്. അത് നടക്കുന്ന കേസല്ല. കാരണം അങ്ങനെ ഒരു സംവരണം നമുക്ക് നിയമസഭയെ പാസ്സാക്കി എടുത്തിട്ട് അത് പ്രാവർത്തികമാകില്ലത്. കാരണം അത് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി എടുത്ത് ചവിട്ടുപറ്റലിട്ടു സാധനം. കാരണം ഓരോ സംസ്ഥാനത്തും ഇതുകണക്ക് ഈ ആളുകളെ പറ്റിക്കാണ്ട് നിയമസഭ കൂടുമ്പോൾ നിയമസഭ മുഖ്യമന്ത്രി ചെയ്യുന്ന പണിയാണ്. ഈ പണി തന്നെ ഷിൻഡെയും ചെയ്തു. നിങ്ങൾക്ക് 15% സംവരണം തരാതാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും മറാത്താസിനെ സംബന്ധിച്ചായാലും ഇപ്പൊ പിന്നെ ഇവിടെ ഈ ജാട്ട് വിഭാഗത്തിലെ ചില വിഭാഗങ്ങൾ സംവരണം വേണമെന്ന് പറഞ്ഞ് ഈ മധ്യപ്രദേശിന്റെ രാജസ്ഥാനിലൊക്കെ ഗുജ്ജറുകൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പലരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് അത് നിയമസഭയ്ക്ക് ചുമ്മാതെ പറയാം, നാക്കുകൊണ്ട്
പറയാം, ഉം, ഞങ്ങൾ നിങ്ങൾക്ക് സംവരണം തരുന്നു, ബില്ലും ഇത് പാസ്സാക്കാൻ പറ്റും. പക്ഷെ അത് പ്രാവർത്തികമാകില്ല, കാരണം കേന്ദ്രത്തിന്റെ കയ്യിലുള്ളതാണ് ഈ സംവരണ വിഷയം കാര്യം. അപ്പൊ അതൊരു വലിയ വിഷയമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഉം, ഇത്ര സീറ്റുകളിൽ ഉം, എഫക്ട് ചെയ്യും. ഇനി അവിടുത്തെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ഇവര് ഉദ്ധവ് താക്കറെ ജയിപ്പിച്ചു വിട്ടാലും ശരത് പവാറിനെ ജയിപ്പിച്ചു വിട്ടാലും ഈ കീറാമുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ഉം, ഈ മറാത്ത സംവരണം എന്നുള്ളത് വിഷയം ഇത് ആർക്കും സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഇത് പിന്നെ ഉം, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കർണാടകത്തിൽ ചെയ്ത ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കർണാടകത്തിൽ ഈ ഒക്കലിംഗ സമുദായത്തിന് അതിനകത്ത് ഉം, പെടുന്ന ചില വിഭാഗങ്ങളെ ഒബിസിയിലോട്ട് പെടുത്തി. ഉം, അതായത് ഇപ്പൊ ഒരു വിഭാഗം, ഇപ്പൊ മറാത്താസ് എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിൽ തന്നെ മുന്നോക്കവും പിന്നോക്കവും ഇല്ലേ. ഇപ്പം എന്താ പറയുക, ഒരു ജാതിയിൽ തന്നെയുള്ള മുന്നോക്കവും പിന്നോക്കവും വിഭാഗമുണ്ട്. അങ്ങനെ അതിൽ ഉം, ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ജാതിയെ പിടിച്ചിട്ടാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. അതുപോലൊരു ഉം, അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് സംവരണം കൊടുക്കുന്നത് 2-3% സംവരണം കൊടുത്താൽ മതി. ഇപ്പൊ എല്ലാ ഉം, ജാതി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ തന്നെ ആയാലും ഈ നായർ എടുത്താലും അല്ല മറ്റൊരു ജാതിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. 10-25 ക്ലാസിഫിക്കേഷൻ ഉം, നായരിൽ തന്നെ ഉണ്ട്. അതിനകത്ത് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഉം, നമുക്ക് ഡിസ്കഷൻ പോകണമെങ്കിൽ നമുക്ക് ഏകദേശം അറിയാലോ ഇത് കൂടിയതാരാ കുറഞ്ഞതാരാണ്. അപ്പൊ ഈ കുറഞ്ഞ ഉം, ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഒരു സംവരണം കൊടുക്കുക, അതൊരു നല്ല ഉം, പ്രാക്ടിക്കലായിട്ട് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ കർണാടകത്തിൽ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബൊക്കലിംഗ സമുദായം വലിയ പ്രശ്നം ഉണ്ടാക്കി. അവർ പറഞ്ഞത് ഞങ്ങളുടെ സമുദായത്തെ പുലർത്താൻ നോക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അതേ ഉം, മാർഗമുള്ളൂ, അല്ലാതെ ഈ 50% മുകളിൽ വേറെ സംവരണം കൊടുക്കാൻ മാർഗമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഉം, ഉം. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ ആ ഇഷ്യൂ അവിടെ തന്നെ നിൽക്കും. ആ ഇഷ്യൂ പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഈ ഉദ്ധവോ ഇല്ലെങ്കിൽ കോൺഗ്രസോ, ചിലപ്പോൾ കോൺഗ്രസ് ആ ഇഷ്യൂ ഏറ്റെടുക്കാറ്. കാരണം കോൺഗ്രസ് ഇതുവരെ മുഖ്യമന്ത്രിയായിട്ട് ഈ അടുത്ത കാലത്തൊന്നും അവിടെ ഭരിച്ചിട്ടില്ല മഹാരാഷ്ട്ര. അതുകൊണ്ട് അവർക്ക് ധൈര്യപൂർവ്വം ഉം, പറയാം ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ഈ സംവരണം തരാമെന്ന്. 1,00,000 രൂപ യു പി ഉം, കൊടുത്തവരാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഉം, അവർക്ക് പറയാൻ പറ്റും, ശരത് പവാറിനും പറയാൻ ഉം, പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശരത് പവാറും പറയാൻ സാധ്യതയൊന്നുമില്ല. ശരത് പവാറും ശിവസേനയും അത് പറയാൻ സാധ്യത, കാരണം ഇത് തൊട്ടാപ്പുള്ളത് ഒരു വിഷയമാണ്, ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. കോൺഗ്രസിന് ഉം, പറയാൻ കഴിയും, കാരണം കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്ര ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഭരിച്ച അപ്പൊ ജനത്തിന് കുറച്ചുകൂടി വിശ്വാസത കോൺഗ്രസിനോട് ഉണ്ടാകുകയും ചെയ്യും. പക്ഷെ കോൺഗ്രസിന് ഈ മേഖലയിലൊന്നും, അതായത് ഈ മറാത്ത സംവരണം നടക്കുന്ന മേഖലയിലൊന്നും കോൺഗ്രസിന് ശക്തിയില്ല. അവിടെ ശക്തി കൂടുതൽ ശിവസേനയ്ക്കാണ്, പ്രത്യേകിച്ച് ഉദ്ധവിന്റെ വിഭാഗത്തിന് ശക്തിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അവിടെയെങ്കിലും അല്പം ശക്തി ഉള്ളതെന്ന് പറയാൻ ഈ ബി ജെ പിക്ക് എൻ സി പിക്ക് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് അവിടെ വലിയ ഇതില്ല, ഉം. ബലമില്ല. ഞാൻ നേരത്തെ അവിടെ ഞാൻ സഖ്യകക്ഷികളൊക്കെ നേരത്തെ ഉണ്ട്. കമൽനാഥ് എന്ന് സൂചിപ്പിച്ചത് ആക്ച്വലി ആക്ച്വലി മധ്യപ്രദേശിലെ കാര്യമാണ് കേട്ടോ. നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാന് അല്ല, മുഖ്യമന്ത്രിയായിട്ട് ധനുഷ് കമൽനാഥ് ഉണ്ടല്ലോ. പറഞ്ഞതിനകത്തൊരു അപ്പൊ അല്ല അതിനകത്ത് ധനുഷ് ആ പറഞ്ഞതിനകത്തൊരു സത്യം കൂടെ ഉണ്ട്. കാരണം ഈ കമൽനാഥിന് ഒരു ഉം, ഈ മറ്റേ ഷിൻഡയൊക്കെ വലിച്ചോണ്ട് പോയായിരുന്നല്ലോ ബി ജെ പി, ആസാമിൽ ഉം, ഉം, കൊണ്ടുവന്ന് ഉം, ഫ്ലൈറ്റിൽ കൊണ്ട് പാർപ്പിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഉം, കോൺഗ്രസിന്റെ ഒരു 9 MLA-മാരെ കാണാനില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ. ഉം, അപ്പൊ ആ പ്രശ്നം ഉം. സോൾവ് ചെയ്യാനായിട്ട് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിട്ടത് ഈ കമൽനാഥിനെ. ഉം. കമൽനാഥായിരുന്നു ട്രബിൾ ഷൂട്ടറായിട്ട് വന്നത് ഈ മഹാരാഷ്ട്ര. പക്ഷെ ഇന്ത്യ മഹാരാഷ്ട്ര മുന്നണിയുടെ നമ്മുടെ മഹാരാഷ്ട്രീയം എന്ന് പല നമ്മുടെ പത്രങ്ങളും എഴുതുന്നുണ്ട്. മഹാരാഷ്ട്രീയം എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം മഹാഭാരതത്തിന്റെ ഇപ്പൊ എല്ലായിടത്തും സ്പൂഫുകളാണല്ലോ മഹാഭാരതത്തിന്റെ. ഈ മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് നിർദ്ദിച്ചാൽ അറിയാം ഏറ്റവും വലിയ യോദ്ധാവായിട്ട് കാണുന്നത് ഭീഷ്മരാണ്. അത് ആ ഭീഷ്മരുടെ ക്യാരക്ടർ നമുക്ക് ശരത് പവാറിന് കൊടുക്കാം. 10-8 സീറ്റിലും പാർട്ടിയെ ജയിപ്പിച്ച ശരത് പവാർ 83-ാം വയസ്സിലും കരുത്തൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിൽ ദുര്യോധന്റെ ക്യാരക്ടർ വേണമെങ്കിൽ കൊടുക്കാം രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി മോദിയെ വിളിച്ചിട്ടുണ്ട് ദുര്യോധൻ എന്ന്. അതിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കടന്നുപോയ വഴികളിലെല്ലാം കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി പത്രം രാഹുൽ ഗാന്ധിയെ വേണ്ടത്ര വെള്ളപൂശുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടി പിളർത്തപ്പെട്ടതിന്റെ സഹതാപം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുണയാകുമെന്ന പ്രതീക്ഷയിൽ ഉദ്ധവ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അജിത് പവാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം ജയിച്ച അജിത് പവാറിന്റെ നില പരിങ്ങലിൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയെ NDA സർക്കാരിനെ അവിടെ മുട്ടുകുത്തിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. അല്ല, ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചാൻസ് നല്ലതുപോലെ ഉണ്ട്. കാരണം അവിടെ ഈ ഭരണവിരുദ്ധ വികാരം നല്ലതുപോലെ നിലനിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഷിൻഡെ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് സുഖിക്കാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഒന്ന് ഭരണപരിചയം ഉം, ഇല്ല എന്ന് മാത്രമല്ല, ഉദ്ധവിന്റെ ഒരു നിഴലായിട്ട് നിന്ന് സത്യത്തിൽ ഉദ്ധവിന്റെ ഈ കായികപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പ്രവർത്തകരെ അടിച്ചൊതുക്കുന്ന, അതിനകത്തൊക്കെ ഒരു മുന്തിയ ഒരാളും കൂടെ ഒക്കെയാണ് ഇത്. ഒരു ഓട്ടോറിക്ഷ ഉം, തൊഴിലാളിയായിട്ട് ജീവിതം ആരംഭിച്ചു, അങ്ങനെ ഒരു അടിയും പിടിയും അങ്ങനത്തെ ആ ഒരു ലെവലിലേക്ക് ഉള്ള ഒരു നേതാവ് പെട്ടെന്ന് ഉം, തന്നെ ഇങ്ങനെയൊക്കെ വരുന്നു. കാരണം മഹാരാഷ്ട്ര കണക്കൊരു ഉം. സ്റ്റേറ്റിലേക്ക് ഷിൻഡെ പോരാ മുഖ്യമന്ത്രിയായിട്ട്. അത് അതിനകത്ത് കുറച്ചുകൂടെ മിടുക്കൻ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെയായിരുന്നു കേട്ടോ. കാരണം അവിടെ ഈ എന്താ പറയാ എല്ലാ തരത്തിലും ഒരു മിടുക്കൻ വേണം. അപ്പോ അങ്ങനെ ആർ എസ് എസിന് നോക്കുമ്പോൾ ഇതിനകത്ത് എന്ത് അദ്ദേഹമായിരുന്നു. ചെയ്യാൻ പറ്റും ചേട്ടാ? കാരണം ഈ മഹാരാഷ്ട്ര ഭരണം ഇപ്പൊ കയ്യിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്ഷീണം തന്നെ ആയിരിക്കുമല്ലോ ഇന്ത്യ. കാരണം നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോ കേവല ഭൂരിപക്ഷം വിചാരിച്ച രീതിയിൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലും മഹാരാഷ്ട്ര കൂടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണി ശക്തമാണ് എന്ന രീതിയിൽ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകില്ല. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക ഇവർക്ക്?
RSSന്റെ ഇപ്പോഴത്തെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ NCP പുറത്ത് കളയണമെന്നാണ് അവരുടെ താല്പര്യം. ഇപ്പൊ ഈ NDA മുന്നിലുള്ള NCP വേണ്ട. കാരണം ഒന്ന് NCP വലിയൊരു അഴിമതി ആരോപണം നേരിടുന്ന ഒരു പാർട്ടിയാണ്. ഇവർ ഒന്നിച്ച് നിന്നപ്പോഴത്തേന് 25,000 കോടി രൂപയുടെ പഞ്ചസാര മിൽ അഴിമതി കുംഭകോണം നടന്നതാണ്. ആ കേസിനകത്ത് 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള അഴിമതി കേസിലെ പ്രതിയാണ് ഈ പറയുന്ന അജിത് പവാർ ഉൾപ്പെടെയുള്ളത്. അപ്പൊ അവരെ കൊണ്ടുവന്നതിനോട് ഭയങ്കരമായി വിയോജിപ്പ് RSS തുടക്കം മുതലേ ഉണ്ട്. ഇനിയിപ്പോ ഈ ഉദ്ധവിന്റെ പക്ഷത്തേക്ക് നോക്കുകയാണെങ്കിൽ സഞ്ജയ് റാവത്താണ് ഉദ്ധവിന്റെ വലം കൈ. പുള്ളി ഇപ്പൊ ജയിലിൽ ജാമ്യത്തിൽ നിൽക്കുക. ഭാര്യയും മകളും ഉൾപ്പെടെ എല്ലാവരും കൂടെ ഫാമിലി ഫുൾ അകത്ത് പോയായിരുന്നു. ഒരു 1000 കോടി രൂപയുടെ തട്ടിപ്പ്. അത് പിന്നെ വേറെ ലെവലാണ്. ഭൂമി തട്ടിപ്പും ഒക്കെ കൂടെ ഈ മുംബൈ കോർപ്പറേഷൻ ഭൂമി തട്ടിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസാണ്. അപ്പോ ഈ ഇവർ അങ്ങനെ നിൽക്കുന്നു. അപ്പം RSS മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഉദ്ധവിനെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പഴയ NDA ശക്തിപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നാൽ ഉദ്ധവ് BJP സഖ്യം വന്നാൽ, അതായത് ഷിൻഡയെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തണം. ഒരുപക്ഷെ ഷിൻഡെ ലയിക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പകരം ഷിൻഡയുടെ ഒരു വിഭാഗത്തെയും MNSനെ കൂടെ, രാജ് താക്കറുടെ MNSനെ കൂടെ വെച്ചുകൊണ്ട് ഒരു സഖ്യം ഉണ്ടാക്കുക. അത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഒക്കെ ഉണ്ടെന്ന് അത്വാലയുടെ ഒക്കെ. അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സഖ്യമായിട്ട് പോയാൽ ഉറപ്പായിട്ടും BJP NDA സഖ്യത്തിന് മുമ്പോട്ട് വരാൻ പറ്റും. പക്ഷെ ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് BJP വരും. ഞാൻ പറഞ്ഞത് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP ആയിരിക്കും. പക്ഷെ ഭരിക്കാൻ കഴിയില്ല. ഈ 288 സീറ്റില് അവർ ഒരുപക്ഷെ ഒരു 80 സീറ്റ് 85 സീറ്റൊക്കെ നേടി അവരൊരു ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി അവരാണ്. ഞാൻ കണക്കൂട്ടുന്നതനുസരിച്ചാണ് 2ാം സ്ഥാനത്തേക്ക് കോൺഗ്രസും 3ാം സ്ഥാനത്തേക്ക് ഉദ്ധവിന്റെ ശിവസേനയും എത്തും. 4ാം സ്ഥാനത്തേക്ക് ഷിൻഡെ ഒരു NCP നില മെച്ചപ്പെടുത്തുന്നത് മാത്രം ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റും. കാരണം ഈ മഹാരാഷ്ട്രയുടെയും കർണാടകത്തിന്റെയൊക്കെ രാഷ്ട്രീയത്തിന് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മളിന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഈ രാഷ്ട്രീയം, അതായത് രാഷ്ട്രീയ ട്വിസ്റ്റുകൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് മഹാരാഷ്ട്രയാണ്, മറ്റൊന്ന് കർണാടകമാണ്. അങ്ങനെ കുറെ സംസ്ഥാനങ്ങളുണ്ട്. അതിനകത്തൊന്ന് മഹാരാഷ്ട്ര. നമ്മൾ ഈ പറഞ്ഞ് ചിലപ്പോൾ ഈ വീഡിയോ പോകുന്നതിനും ആൾക്കാർ കാണുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ പലതും സംഭവിച്ചു എന്ന് വരാറുണ്ട്. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ഒക്ടോബറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ അണിയറ നീക്കങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നാലും NDA പിന്നോക്കമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതൊക്കെ ഓവർകം ചെയ്ത് ഇവർക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളതിന്റെ ഒരു ട്രയൽ റണ്ണ് മാത്രമാണ് ബിചേട്ടാ നമ്മൾ ഈ ചർച്ചയിലൂടെ ഉന്നമിക്കുന്നത്. ഭാവിയിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹാപ്പനിങ്സ് ഇനിയും വരും. അത് കുറിച്ചൊക്കെ നമുക്ക് ചർച്ചകൾ നടത്താം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് നടത്തി നമുക്ക് മുന്നോട്ട് പോവാം. തൽക്കാലത്തേക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.